രാവിലെ വീട്ടിലെ പണിത്തിരക്കെല്ലാം കഴിഞ്ഞ് അമ്മയെ വിളിച്ചപ്പോഴാണ് അമ്മ ഇന്ന് നന്ദിക്കരയിലേക്ക് അമ്മയുടെ കൂട്ടുകാരിയെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞത്. എങ്കിൽ ഇവിടെ വരെ എത്തുന്ന അമ്മേനെ ഒന്ന് പോയി കണ്ടേക്കാമെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞു. റെഡി ആയിക്കോളാൻ ഏട്ടനും പറഞ്ഞു. അങ്ങനെ ഒരു 11 മണിയായപ്പോൾ ഞങ്ങളിതാ അമ്മയെ മീറ്റ് ചെയ്തു. കൂടെയുള്ളതാണ് അമ്മയുടെ കൂട്ടുകാരി. കുറച്ചു നേരം അവരുമായി വർത്തമാനമൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവർ ബസ് കയറ്റി വിട്ട് നേരെ മാപ്രാണത്തേക്കാണ് പോയത്. അവിടെ നിന്ന് ഇരിഞ്ഞാലക്കുടയിലേക്ക്. അവിടെ എത്തിയപ്പോഴേക്കും നന്നായി വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സോൾ കിച്ചണിൽ കയറി ഫുഡൊക്കെ ഓർഡർ കൊടുത്തു. കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഫുഡ് എത്തിയിരുന്നു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് പാൻ ഫ്രൈഡ് നൂഡിൽസ് ആയിരുന്നു. ഏട്ടൻ ഓർഡർ ചെയ്തത് മട്ടൺ ബിരിയാണിയും. നല്ല വിശപ്പുണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല, ഭക്ഷണമെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. തിരിച്ചിറങ്ങിയപ്പോൾ ഏട്ടനോട് 2-3 പിക്സ് എടുത്തു തരാൻ ഞാൻ പറഞ്ഞു. അതിനുശേഷം അച്ഛനോടും അമ്മയോടും റെഡി ആയിരിക്കാൻ പറഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഞങ്ങൾ നെസ്റ്റോയിലേക്ക് ഇറങ്ങി. ഇടയ്ക്കൊന്ന് ക്ഷീണം തീർക്കാൻ വേണ്ടി ചായയും കട്ട്ലറ്റും വാങ്ങിച്ച് കഴിച്ചിരുന്നു കേട്ടോ. പിന്നെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ബില്ല് ചെക്ക് ചെയ്യുന്ന രീതി അച്ഛന് പതിവുള്ളതാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ഏട്ടൻ്റെ ചംസിൻ്റെ കോള് വരുന്നത്. ടൗണിലേക്കൊന്ന് പോയേച്ചും വരാമെന്ന് പറഞ്ഞാണ് അവർ വിളിച്ചത്. ടൗണിൽ ഇറങ്ങിയപ്പോഴാണ് അവർ പറയുന്നത് പോകേണ്ടത് ജ്വല്ലറിയിലേക്കാണെന്ന്. സമയം 8 മണിയും ഇത് ഞായറാഴ്ചയും ആയതുകൊണ്ട് തന്നെ ജ്വല്ലറികളെല്ലാം അടച്ചിരുന്നു കേട്ടോ. അങ്ങനെ നടന്ന് ഞങ്ങൾ ഒരു ജ്വല്ലറി കണ്ടുപിടിച്ചു, വർക്കീസ് ജ്വല്ലറി. അവസാനം അവിടെ നിന്നാണ് ഞങ്ങൾ കുട്ടിക്കുള്ള ഗോൾഡ് വാങ്ങിയത്. അതിനുശേഷം നേരെ പടിഞ്ഞാറേക്കോട്ടയിലുള്ള ഒരു തട്ടുകടയിലേക്കാണ് പോയത്. 3 പേരും 3 ഫുഡ് ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തത്. കൊള്ളിയും ബീഫും കൊള്ളിയും പോർക്കും, ഒരാൾ മാത്രം ദോശയും പോർക്ക് കൊണ്ടാട്ടവും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പോർക്ക് കൊണ്ടാട്ടം ആയിരുന്നു കേട്ടോ. കുട്ടപ്പായയുടെ തട്ടുകടയിൽ നിന്നിറങ്ങി ഒരു ലൈം ടീ കൂടി ആയപ്പോൾ ഇന്നത്തെ ദിവസം സെറ്റ്.